എല്ലാവർക്കും അഡ്ഹോക്ക് ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എന്റെ പേര് ആന്റണി രാജ്. ഈ ക്ലാസ്സിൽ നമ്മൾ 2024 ഫെബ്രുവരി മാസത്തെ കറണ്ട് അഫയേഴ്സിന്റെ മൂന്നാമത്തെ ഭാഗമാണ് പഠിക്കാനായി പോകുന്നത്. ആദ്യത്തെ 2 ഭാഗങ്ങൾ കണ്ടതിന് ശേഷം ഇങ്ങോട്ടേക്ക് വരിക. അപ്പോൾ ആദ്യത്തെ പോയിന്റിലേക്ക് നമുക്ക് കടക്കാം. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒരു പുരസ്കാരമാണ്, ബാഫ്റ്റ പുരസ്കാരം. ബാഫ്റ്റ, ഇവിടെ ബാഫ്റ്റ എന്ന് പറഞ്ഞാൽ അതിന്റെ പൂർണ്ണ രൂപം ബ്രിട്ടീഷ് അക്കാഡമി ഓഫ് ഫിലിം ആൻഡ് ടെലിവിഷൻ ആർട്സ് എന്നാണ് പൂർണ്ണ രൂപം. ഒന്നുകൂടെ പറഞ്ഞുതരാം. ബ്രിട്ടീഷ് അക്കാഡമി ഓഫ് ഫിലിം ആൻഡ് ടെലിവിഷൻ ആർട്സ് 2024 പ്രഖ്യാപിച്ച ബാഫ്റ്റ പുരസ്കാരത്തിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്കൊന്ന് നോക്കാം. മികച്ച നടന്റെ പേര്, മികച്ച നടന്റെ പേരാണ് കിലിയൻ മർഫി എന്നാണ് പേര്. പേര് ഓർത്തു വെക്കുക. മികച്ച നടന്റെ പേരാണ് കിലിയൻ മർഫി. കിലിയൻ മർഫി. ഓസ്കാർ പുരസ്കാരം പഠിച്ചപ്പോ അവിടെ കേട്ടിട്ടുള്ള പേരുകളാണ്. ഓസ്കാർ പഠിച്ചവർക്ക് ഇതിലേക്ക് വരുമ്പോ എളുപ്പം ആവാനുള്ള സാധ്യതയുണ്ട്. ഓസ്കാർ പഠിച്ചവർക്ക്. അപ്പോ മികച്ച നടന്റെ പേര് കിലിയൻ മർഫി എന്നാണ്. കിലിയൻ മർഫി. മികച്ച നടിയുടെ പേരാണ് എമ്മ സ്റ്റോൺ എന്നാണ് പേര്. ഓക്കെ, അപ്പോ മികച്ച നടനെ നമ്മൾ ഇവിടെ പരിചയപ്പെടുകയാണ്. മികച്ച നടന്റെ പേര് കിലിയൻ മർഫി. കിലിയൻ മർഫി, ഇങ്ങനെയാണ് പേര്. മികച്ച നടിയുടെ പേര് എമ്മ സ്റ്റോൺ. എമ്മ സ്റ്റോൺ എന്നാണ് പേര്. മികച്ച നടിയുടെ പേര് എമ്മ സ്റ്റോൺ. മികച്ച ചിത്രം ഓപ്പൺഹൈമർ. അല്ലെ, നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള ചിത്രമാണ് ഓപ്പൺഹൈമർ. ഓക്കെ, ഓസ്കാർ പുരസ്കാരം പഠിക്കുമ്പോൾ ഇവരെല്ലാം നിങ്ങൾ പഠിക്കും. ഓക്കെ, അവിടെയും മികച്ച നടനും നടിയും സിനിമയൊക്കെ ഇത് തന്നെയാണ് കേട്ടോ. മികച്ച സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ. മികച്ച സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ. ഈ 4 പോയിന്റ് ഇവിടെ ഓർത്തിരിക്കുക. ഇത് പഠിക്കാൻ എളുപ്പമാണ്. നിങ്ങൾ ഓസ്കാർ പഠിച്ചിട്ട് ഇതിലേക്ക് വരികയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. മികച്ച നടൻ കിലിയൻ മർഫി, മികച്ച നടി എമ്മ സ്റ്റോൺ, മികച്ച സിനിമ ഓപ്പൺഹൈമർ, മികച്ച സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ. ഓക്കെ, ഓസ്കാർ പഠിച്ചിട്ട് ഇതിലേക്ക് വന്നാൽ എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ ഇത് പഠിച്ചിട്ട് ഓസ്കാർ പോയാൽ ഓസ്കാർ എളുപ്പമായിരിക്കും. ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ശരി, അടുത്ത പോയിന്റിലേക്ക് നമുക്ക് പോവാം. അടുത്ത പോയിന്റ് നമുക്കറിയാം, റംസാർ സൈറ്റുകൾ. ഇന്ത്യയിൽ 75 റംസാർ സൈറ്റുകൾ എന്നുള്ളത് 80 റംസാർ സൈറ്റുകളായി. ഇന്ത്യയിൽ നിന്നുള്ള റംസാർ സൈറ്റുകൾ ഇപ്പൊ എത്രണ്ണമായി? 80ആയി. ഈ 75ൽ നിന്ന് 80ലേക്ക് വരണമെന്നുണ്ടെങ്കിൽ പുതിയതായി 5 റംസാർ സൈറ്റുകളെ ഉൾപ്പെടുത്തണം. അപ്പൊ ഇന്ത്യയിൽ നിന്ന് പുതിയതായി റംസാർ സൈറ്റുകളിലേക്ക് ഉൾപ്പെടുത്തിയ 5 റംസാർ സൈറ്റുകളുടെ പേരുകളാണ് പഠിക്കാനായി പോകുന്നത്. ഇത് ഏത് സംസ്ഥാനത്താണ് എന്നുള്ള രീതിയിൽ ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അതുകൂടെ ഉൾപ്പെടുത്തി വിശദമായി പറഞ്ഞുതരാം. ശ്രദ്ധിച്ചു കേട്ടു. ആദ്യം 5 എണ്ണമാണ്. അതിൽ ഒന്നാമത്തേതാണ് അംഗസമുദ്ര പക്ഷി നിരീക്ഷണ കേന്ദ്രം. എന്താണ് ഞാൻ പറഞ്ഞത്? അംഗസമുദ്ര പക്ഷി നിരീക്ഷണ കേന്ദ്രം. ഒരു പക്ഷി നിരീക്ഷണ കേന്ദ്രമാണ്. ഇത് എവിടെയുള്ളതാണെന്ന് ചോദിച്ചാല് കർണാടകയിലുള്ള ഒരു പക്ഷി നിരീക്ഷണ കേന്ദ്രമാണ്. അംഗസമുദ്ര പക്ഷി നിരീക്ഷണ കേന്ദ്രം. രണ്ടാമത്തത് അംഗനാശിനി അഴിമുഖം. അതും ഈ പറയുന്ന പോലെ കർണാടകയിൽ തന്നെയാണ്. കർണാടക. ഓക്കെ, അപ്പൊ അംഗസമുദ്ര, അംഗനാശിനി 2 രീതിയിൽ ഓർക്കാം. അംഗസമുദ്ര പക്ഷി നിരീക്ഷണ കേന്ദ്രം, അംഗനാശിനി അഴിമുഖം, രണ്ടും കർണാടകയിലാണ്. അടുത്തതാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, മഗഡികേരെ കൺസർവേഷൻ റിസർവ്. ഒന്നുകൂടെ, മക്കടിയല്ല, മഗഡികേരെ. മഗടി എന്നാണ് പേര്. മഗഡികേരെ. ഞാൻ വീണ്ടും പറയുന്നത് ഈ പേരൊന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ്. മഗഡികേരെ കൺസർവേഷൻ റിസർവ് കർണാടകയിൽ തന്നെയാണ്. ഇതും കർണാടക. ഓക്കെ, അപ്പൊ നമ്മൾ 3 കർണാടകയിൽ നിന്ന് തന്നെയാണെന്ന് പറഞ്ഞു. നമുക്ക് ആകെ 5 ഉള്ളൂ. അതിൽ 3 കർണാടകയിൽ നിന്നാണ്. ആദ്യം
അംഗസമുദ്ര പക്ഷി നിരീക്ഷണ കേന്ദ്രം കർണാടക. അടുത്തത് അംഗനാശിനി അഴിമുഖം കർണാടക. അടുത്തത് മഗഡികേരെ കൺസർവേഷൻ റിസർവ് കർണാടക. മഗഡികേരെ കൺസർവേഷൻ റിസർവ് കർണാടക. ഇനി രണ്ടെണ്ണം ഉള്ളത് തമിഴ്നാട്ടിൽ നിന്നുള്ള രണ്ട് കേന്ദ്രങ്ങളാണ്. ഏറ്റവും കൂടുതൽ റംസാർ കേന്ദ്രങ്ങളുള്ള ഇന്ത്യയിലെ സംസ്ഥാനം തമിഴ്നാടാണ്. ഏറ്റവും കൂടുതൽ റംസാർ കേന്ദ്രങ്ങൾ ഇന്ത്യയിൽ നിന്ന് ആകെ 80 ഉണ്ട്. ഏറ്റവും കൂടുതൽ റംസാർ കേന്ദ്രങ്ങളുള്ള ഇന്ത്യയിലെ സംസ്ഥാനം തമിഴ്നാടാണ്. അപ്പൊ തമിഴ്നാട്ടിൽ നിന്നുള്ള രണ്ടെണ്ണം ശ്രദ്ധിച്ചു കേട്ടോ. കരൈവെട്ടി ബേർഡ് സാങ്ച്വറി, കരൈവെട്ടി പക്ഷി സങ്കേത കേന്ദ്രം, പക്ഷി സംരക്ഷണ കേന്ദ്രം. കരൈവെട്ടി, കരൈവെട്ടി, കരൈവെട്ടി പക്ഷി നിരീക്ഷണ കേന്ദ്രം തമിഴ്നാട്. ലോങ്വുഡ് ഷോല കാട് അല്ലെങ്കിൽ ഷോലാവനങ്ങൾ, ഷോലാവനങ്ങൾ എന്നുള്ളത് കേട്ടിട്ടില്ലേ? ലോങ്വുഡ് ഷോല ഫോറസ്റ്റ്, ലോങ്വുഡ് ഷോല ഫോറസ്റ്റ്. കരൈവെട്ടി ബേർഡ് സാങ്ച്വറി, കരൈവെട്ടി ബേർഡ് സാങ്ച്വറി, ലോങ്വുഡ് ഷോല ഫോറസ്റ്റ്, ലോങ്വുഡ് ഷോല ഫോറസ്റ്റ്. നമ്മുടെ കരൈവെട്ടി, കരൈവെട്ടി പക്ഷി നിരീക്ഷണ കേന്ദ്രം, കരൈവെട്ടി പക്ഷി നിരീക്ഷണ കേന്ദ്രം തമിഴ്നാട്. ലോങ്വുഡ് ഷോല ഫോറസ്റ്റ് തമിഴ്നാട്. ഇപ്പോ 5 3 കർണാടക, 2 തമിഴ്നാട്. 2 തമിഴ്നാട്. തമിഴ്നാട്ടിൽ നിന്നുള്ള 2 കരൈ, കരൈ, കരൈവെട്ടി, കരൈവെട്ടി. ലോങ്വുഡ്, ലോങ്വുഡ്, ലോങ്വുഡ്. കരൈ ലോങ്, കരൈ ലോങ്, കരൈ ലോങ്. ഓക്കെ. മറ്റേത് അംഗസമുദ്ര, അംഗനാശിനി, മഗഡികേര, ഗായുണ്ട്, അംഗനാശിനി ഗ, മഗഡി ഗ ചേർത്ത് വന്നാൽ കർണാടക. ആ രീതിയിലോട്ട് ഒന്ന് കണക്ട് ചെയ്തിടുക. ഇത് 5 ഇപ്പോൾ നമ്മൾ പഠിച്ചു തീർത്തത്. ഇത് 5 എന്താണെന്ന് കൃത്യമായിട്ട് പഠിച്ചോണം. റംസാർ കേന്ദ്രങ്ങൾ, റംസാർ കേന്ദ്രങ്ങൾ ഓർത്തോണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത പോയിന്റിലേക്ക് പോകാം. ഓക്കെ. അടുത്തത് ഗ്രാമി പുരസ്കാരം 2024. ഗ്രാമി പുരസ്കാരം 2024. ആൽബം ഓഫ് ദി ഇയർ. ആദ്യത്തെ പോയിന്റ് ആണ് ആൽബം ഓഫ് ദി ഇയർ. ഗ്രാമി പുരസ്കാരം 2024 ആൽബം ഓഫ് ദി ഇയർ ആണ് മിഡ്നൈറ്റ്സ്. ആൽബം ഓഫ് ദി ഇയർ ഏതാണ്? മിഡ്നൈറ്റ്സ്. ആൽബം ഓഫ് ദി ഇയർ മിഡ്നൈറ്റ്സ്. ഇനി സോങ് ഓഫ് ദി ഇയർ, അതിന് മുമ്പ് ഒരു പോയിന്റ്. റെക്കോർഡ് ഓഫ് ദി ഇയർ. ആൽബം ഓഫ് ദി ഇയർ ആണ് മിഡ്നൈറ്റ്സ്. റെക്കോർഡ് ഓഫ് ദി ഇയർ ആണ് ഫ്ലവേഴ്സ്. ഫ്ലവേഴ്സ്. മിഡ്നൈറ്റ്സ്, ഫ്ലവേഴ്സ്. എന്താണ് മിഡ്നൈറ്റ്സ്? ആൽബം ഓഫ് ദി ഇയർ. ആൽബം ഓഫ് ദി ഇയർ മിഡ്നൈറ്റ്സ്. സോങ് ഓഫ് ദി ഇയർ, സോങ് ഓഫ് ദി ഇയറിലേക്ക് വരാം. റെക്കോർഡ് ഓഫ് ദി ഇയർ ആണ് ഫ്ലവേഴ്സ്. സോങ് ഓഫ് ദി ഇയർ ആണ് വാട്ട് വാസ് ഐ മേഡ് ഫോർ. വാട്ട് വാസ് ഐ മേഡ് ഫോർ. സോങ് ഓഫ് ദി ഇയർ വാട്ട് വാസ് ഐ മെയ്ഡ് ഫോർ. വാട്ട് വാസ് ഐ മെയ്ഡ് ഫോർ, അതാണ് സോങ് ഓഫ് ദി ഇയർ. ആൽബം ഓഫ് ദി ഇയർ പഠിച്ചു, റെക്കോർഡ് ഓഫ് ദി ഇയർ പഠിച്ചു, സോങ് ഓഫ് ദി ഇയർ പഠിച്ചു. അപ്പൊ നമ്മൾ പഠിക്കുന്നത് ഗ്രാമി പുരസ്കാരം 2024. ഗ്രാമി പുരസ്കാരം 2024 ആൽബം ഓഫ് ദി ഇയർ മിഡ്നൈറ്റ്സ്. റെക്കോർഡ് ഓഫ് ദി ഇയർ, റെക്കോർഡ് ഓഫ് ദി ഇയർ ഏത്? ഫ്ലവേഴ്സ്. സോങ് ഓഫ് ദി ഇയർ, സോങ് ഓഫ് ദി ഇയർ വാട്ട് വാസ് ഐ മെയ്ഡ് ഫോർ. വാട്ട് വാസ് ഐ മെയ്ഡ് ഫോർ. ബെസ്റ്റ് ന്യൂ ആർട്ടിസ്റ്റ്. പുതിയ ആർട്ടിസ്റ്റ് ആര്? പേര് വിക്ടോറിയ മോണറ്റ് എന്നാണ് പേര്. വിക്ടോറിയ മോണറ്റ്. ബെസ്റ്റ് ന്യൂ ആർട്ടിസ്റ്റിന്റെ പേരാണ് വിക്ടോറിയ മോണറ്റ്. വിക്ടോറിയ മോണറ്റ്. ബെസ്റ്റ് ഗ്ലോബൽ മ്യൂസിക് ആൽബം. ഗ്ലോബൽ മ്യൂസിക് ആൽബം. ബെസ്റ്റ് ഗ്ലോബൽ മ്യൂസിക് ആൽബം ആണ് ദിസ് മൊമെന്റ്. ദിസ് മൊമെന്റ്. ഇത്രയും പോയിന്റ് അവിടെ പഠിച്ചാൽ മതി. 5 പോയിന്റ് അവിടെ പഠിക്കണം. ആൽബം ഓഫ് ദി ഇയർ, റെക്കോർഡ് ഓഫ് ദി ഇയർ, സോങ് ഓഫ് ദി ഇയർ, ന്യൂ ആർട്ടിസ്റ്റ്, ബെസ്റ്റ് ഗ്ലോബൽ മ്യൂസിക് ആൽബം. ഈ 5 പോയിന്റ് അവിടെ പഠിക്കണം. ഒന്ന് ആൽബം ഓഫ് ദി ഇയർ. ആൽബം ഓഫ് ദി ഇയർ ഏതാണ്? മിഡ്നൈറ്റ്സ്. മിഡ്നൈറ്റ്സ്. റെക്കോർഡ് ഓഫ് ദി ഇയർ ഫ്ലവേഴ്സ്. സോങ് ഓഫ് ദി ഇയർ വാട്ട് വാസ് ഐ മെയ്ഡ് ഫോർ. അടുത്തത് ന്യൂ ആർട്ടിസ്റ്റിന്റെ പേരാണ് വിക്ടോറിയ മോണറ്റ്. അടുത്തത് ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിന്റെ പേരാണ് ദിസ് മൊമെന്റ്. ഈ പോയിന്റുകൾ അവിടെ ഓർത്തിരിക്കാം. റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് നോട്ടുകൾ വായിക്കുക. ഒരു പ്രാവശ്യം ക്ലാസ് കേട്ടതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ PDF നോട്ടുകൾ റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. ഇത് നിങ്ങളുടെ തലയിൽ നിൽക്കും. ഒരു തവണ കേട്ടിട്ട് നിങ്ങൾ മറന്നുപോയി എന്ന് വിചാരിക്കരുത്.
മറവിയില്ലാത്ത ആരും ഈ പരീക്ഷയ്ക്ക് എഴുതുന്നവരില്ല. മറവിയുള്ളവരാണ് മനുഷ്യർ. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക്. ICC ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ അണ്ടർ-19 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2024 നടന്നു. ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ അണ്ടർ-19 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2024 വേദി സൗത്ത് ആഫ്രിക്ക. ഓക്കെ, ഇന്റർനാഷണൽ ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2024 ഇന്റർനാഷണൽ ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2024 അണ്ടർ-19 19 വയസ്സിൽ താഴെയുള്ളവരുടെ ഇന്റർനാഷണൽ ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2024 വേദി സൗത്ത് ആഫ്രിക്കയായിരുന്നു. ജേതാക്കളായത് ഓസ്ട്രേലിയയാണ് ജേതാക്കളായത്. റണ്ണറപ്പ് ആയത് ഇന്ത്യ. ഫൈനലിൽ ഇന്ത്യ തോറ്റുപോയി. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ, ICC അണ്ടർ-19 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2024 വേദി സൗത്ത് ആഫ്രിക്കയാണ്, ജേതാക്കൾ ഓസ്ട്രേലിയയാണ്, റണ്ണറപ്പ് ഇന്ത്യയാണ്. അവിടെ ആ പോയിന്റുകളെല്ലാം വ്യക്തമാണ്. അതാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. അടുത്ത പോയിന്റിലേക്ക് നമുക്ക് പോകാം. ചലച്ചിത്ര മേഖലയിൽ ഇന്ത്യയിൽ നൽകുന്ന ഏറ്റവും വലിയ ബഹുമതിയാണ് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന്റെ പ്രതിഫല തുക ഉയർത്തി. അതിപ്പോൾ 15 ലക്ഷമാണ്. പോയിന്റ് ഓർത്തോണം. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാര തുക എത്രയാണെന്ന് ചോദിച്ചാൽ 15 ലക്ഷമാണ്. 15 ലക്ഷമാണ്. ഓർത്തു വയ്ക്കുക. ഇനി പറയുന്നത് ദാദാ സാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ 2024. എന്താണ് ഞാൻ പറഞ്ഞത്? ഒന്നുകൂടെ പറയാം. ദാദാ സാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ദാദാ സാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ പുരസ്കാരം 2024. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം അല്ല ഞാൻ പറയുന്നത്. ദാദാ സാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ പുരസ്കാരം 2024. ഓക്കെ, ഇനി പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടുള്ളൂ. ഇവിടെ മികച്ച സിനിമ ഏതായിരുന്നു? ഇവിടെ മികച്ച സിനിമ എന്ന് പറയുന്നത് മികച്ച സിനിമയുടെ പേരാണ് ജവാൻ എന്നാണ് സിനിമയുടെ പേര്. മികച്ച സിനിമയുടെ പേരാണ് ജവാൻ. ഏതാണ്? ജവാൻ. അറ്റ്ലി സംവിധാനം ചെയ്ത സിനിമയാണ് ജവാൻ. അറ്റ്ലി, സംവിധായകന്റെ പേര് അറ്റ്ലി തമിഴനാണ്. അറ്റ്ലി എന്നാണ് പേര്. അപ്പൊ മികച്ച സിനിമയുടെ പേരാണ് ജവാൻ, സംവിധാനം അറ്റ്ലിയാണ്. മികച്ച നടന്റെ പേര് ഷാരൂഖ് ഖാൻ. കേട്ടിട്ടുണ്ട്? ഷാരൂഖ് ഖാൻ. മികച്ച നടന്റെ പേരാണ് ഷാരൂഖ് ഖാൻ. മികച്ച നടിയുടെ പേരാണ് റാണി മുഖർജി എന്നാണ് പേര്. മികച്ച നടിയുടെ പേരാണ് റാണി മുഖർജി. 3 പോയിന്റ് മനസ്സിലായോ? ദാദാ സാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ പുരസ്കാരം 2024. മികച്ച സിനിമ ജവാനാണ്, സംവിധായകൻ അറ്റ്ലിയാണ്. മികച്ച നടൻ ഷാരൂഖ് ഖാൻ ആണ്. മികച്ച നടിയുടെ പേര് റാണി മുഖർജി. ഇത് ഇത്രയും ക്ലിയർ ആയോ? ഇനി ഞാൻ പറയുന്നത് ഒന്നുകൂടെ ശ്രദ്ധിക്കൂ. ഇനി പറയുന്നത് ക്രിട്ടിക്സ് വിഭാഗത്തിലാണ്. ക്രിട്ടിക്സ് വിഭാഗത്തിലെ മികച്ച സിനിമയുടെ പേരെന്ത്? ക്രിട്ടിക്സ് വിഭാഗത്തിലെ മികച്ച ചിത്രത്തിന്റെ പേര്, അതിന്റെ പേരാണ് 12th ഫെയിൽ. മികച്ച ചിത്രത്തിന്റെ പേരാണ് 12th ഫെയിൽ. മികച്ച നടൻ ക്രിട്ടിക്സ് വിഭാഗത്തിലെ മികച്ച നടൻ ആരാണെന്ന് ചോദിച്ചാൽ, ക്രിട്ടിക്സ് വിഭാഗത്തിലെ മികച്ച നടൻ, അദ്ദേഹത്തിന്റെ പേര് മികച്ച നടൻ വിക്കി കൗശൽ എന്നാണ് പേര്. വിക്കി കൗശൽ. മികച്ച നടന്റെ പേരാണ് വിക്കി കൗശൽ. മികച്ച നടിയുടെ പേരാണ് കരീന കപൂർ എന്നാണ് പേര്. കരീന കപൂർ. അപ്പൊ ഇതാണ് ദാദാ സാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ പറയാനുള്ളത്. ഈ 2 കാര്യങ്ങൾ, അതായത് മികച്ച സിനിമ, നടൻ, നടി, ക്രിട്ടിക്സ് വിഭാഗത്തിലെ സിനിമ, നടൻ, നടി, ഇത് ഇത്രയും പഠിച്ച സ്ഥിതിക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് വരട്ടെ. വേഴ്സറ്റൈൽ ആക്ട്രസിനുള്ള പുരസ്കാരം ലഭിച്ചത് ഒരു മലയാളിയാണ്. പേരാണ് നയൻതാര. കേട്ടിട്ടുണ്ട്? നയൻതാര. വേഴ്സറ്റൈൽ ആക്ട്രസിനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? നയൻതാരയ്ക്കാണ് ലഭിച്ചത്.
അടുത്തത് സംഗീത മേഖലയിലെ സമഗ്ര സംഭാവന. സംഗീത മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചതും ഒരു മലയാളിക്കാണ്. പേര് KJ യേശുദാസ് എന്നാണ് പേര്. സംഗീത മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ച മലയാളിയുടെ പേരാണ് KJ യേശുദാസ്. അപ്പൊ ഇത്രയും നേരം പറഞ്ഞത് 2024 ദാദാ സാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ പുരസ്കാരം. ഓക്കെ, എന്നാൽ അവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് മുകളിൽ പറഞ്ഞ പോയിന്റ് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാര തുക ഉയർത്തി. അതെത്രയായി? 15 ലക്ഷമായി. അത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്നത് വഹീദ റഹ്മാനാണ്. നിങ്ങൾ ഒരു പക്ഷെ മുൻപത്തെ ക്ലാസ് കേട്ടിട്ടുള്ളവർക്ക് അറിയാം. ശരി, അപ്പൊ ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി അടുത്തത് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റിലേക്കാണ് പോകുന്നത്. സ്വരാജ് ട്രോഫി പുരസ്കാരം. 2022-2023 വർഷത്തെ സ്വരാജ് ട്രോഫി പുരസ്കാരമാണ് ഇനി പറയാൻ പോകുന്നത്. 2022-2023 വർഷത്തെ സ്വരാജ് ട്രോഫി പുരസ്കാരമാണ് ഇനി പറയാൻ പോകുന്നത്. ലേറ്റസ്റ്റ് ആണ്, കേട്ടിരിക്കുക. 1 മാർക്കിനുള്ള സാധ്യത ഉണ്ട്. മികച്ച ജില്ലാ പഞ്ചായത്ത് ഏത്? മികച്ച ജില്ലാ പഞ്ചായത്താണ് തിരുവനന്തപുരം. മികച്ച ജില്ലാ പഞ്ചായത്താണ് തിരുവനന്തപുരം. അപ്പൊ സ്വരാജ് ട്രോഫി പുരസ്കാരം 2023 വർഷത്തെ സ്വരാജ് ട്രോഫി പുരസ്കാരം മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന പുരസ്കാരമാണ് സ്വരാജ് ട്രോഫി പുരസ്കാരം. ഇവിടെ മികച്ച ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരമാണ്. പഠിക്കുക. അടുത്തത് മികച്ച ബ്ലോക്ക് പഞ്ചായത്ത്. അതിന്റെ പേരാണ് നീലേശ്വരം. മികച്ച ബ്ലോക്ക് പഞ്ചായത്തിന്റെ പേരാണ് നീലേശ്വരം. നീലേശ്വരം എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയാണ്. കാസർഗോഡ്. മികച്ച ബ്ലോക്ക് പഞ്ചായത്തിന്റെ പേര് നീലേശ്വരം, കാസർഗോഡ്. മികച്ച ഗ്രാമപഞ്ചായത്താണ് വലിയ പറമ്പ. അതും ഈ പറഞ്ഞ പോലെ കാസർഗോഡ് തന്നെയാണ്. കാസർഗോഡ്. മികച്ച ഗ്രാമപഞ്ചായത്താണ് വലിയ പറമ്പ, അത് കാസർഗോഡാണ്. ഓക്കെ, അപ്പൊ മികച്ച ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരം, മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് നീലേശ്വരം, കാസർഗോഡ്, മികച്ച ഗ്രാമപഞ്ചായത്ത് വലിയ പറമ്പ, കാസർഗോഡ്. അടുത്തത് മികച്ച മുനിസിപ്പാലിറ്റിയാണ് ഗുരുവായൂര്. അറിയാം. മികച്ച മുനിസിപ്പാലിറ്റിയാണ് ഗുരുവായൂര്. ഗുരുവിന്റെ മുന്നിൽ എന്നോർത്താ മതി. ഗുരുവിന്റെ മുന്നിൽ മുനിസിപ്പാലിറ്റി എന്നുള്ളത് കിട്ടും. എന്നാൽ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം. മുനിസിപ്പൽ കോർപ്പറേഷൻ, മികച്ച മുനിസിപ്പൽ കോർപ്പറേഷൻ എന്നാണ് അവിടെ ചോദ്യമെങ്കിൽ തിരുവനന്തപുരം തന്നെയാണ്. മികച്ച മുനിസിപ്പൽ കോർപ്പറേഷൻ എന്നാണ് ചോദ്യമെങ്കിൽ തിരുവനന്തപുരമാണ്. ആലോചിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ, ഒന്നുമില്ല. സ്വരാജ് ട്രോഫി പുരസ്കാരം 2022-2023 മികച്ച ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരം, മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് നീലേശ്വരം, മികച്ച ഗ്രാമപഞ്ചായത്ത് വലിയ പറമ്പ, മികച്ച മുനിസിപ്പാലിറ്റി ഗുരുവായൂര്, മികച്ച മുനിസിപ്പൽ കോർപ്പറേഷൻ തിരുവനന്തപുരം. ഇത്രയേ ഉള്ളൂ. റിപ്പീറ്റ് ചെയ്യുക, അത് മാത്രമേ നിങ്ങളോട് എനിക്ക് പറയാനുള്ളൂ. റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക, അത് നിങ്ങളുടെ കയ്യിലിരിക്കും. ശരി, അടുത്ത പോയിന്റിലേക്ക് നമുക്ക് പോവാം. 71ാമത് മിസ് വേൾഡ്. 71ാമത് മിസ് വേൾഡ് വേദി എവിടെ? 71ാമത് മിസ് വേൾഡിന് വേദിയാവുന്ന രാജ്യം ഇന്ത്യയാണ്. 71ാമത് മിസ് വേൾഡ് പുരസ്കാരത്തിന് വേദിയാവുന്നത്, മിസ് വേൾഡ് ചാമ്പ്യൻഷിപ്പിന് വേദിയാവുന്നത് ഇന്ത്യയാണ്. ഇത് ഈ കഴിഞ്ഞ കൂലി വർക്കർ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്, ഇനിയും വരാം. ഓക്കെ, 71ാമത് മിസ് വേൾഡ് വേദിയാവുന്നത് ഇന്ത്യയാണ്. അടുത്തത് കാസർഗോഡ് ജില്ലയിലുള്ള കേന്ദ്ര സർവകലാശാലയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിലാണ് കേന്ദ്ര സർവകലാശാല. കേരളത്തിലെ കേന്ദ്ര സർവകലാശാലയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് കാസർഗോഡാണ്. അപ്പൊ കേന്ദ്ര സർവകലാശാല, കാസർഗോഡ് ജില്ലയിലുള്ള കേന്ദ്ര സർവകലാശാല, കാസർഗോഡ് ജില്ലയിലുള്ള കേന്ദ്ര സർവകലാശാലയുടെ ഭരണനിർവഹണ ആസ്ഥാനം എന്നൂടെ കാസർഗോഡ് ജില്ലയിലുള്ള കേന്ദ്ര സർവകലാശാലയുടെ ഭരണനിർവഹണ ആസ്ഥാനം ഈ അടുത്തിടയ്ക്കാണ് പണി കഴിപ്പിച്ചത്. അതിന് ആരുടെ പേര് നൽകി? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായ ഡോക്ടർ BR അംബേദ്കറിന്റെ പേര് നൽകി. ഓക്കെ, അപ്പൊ കേന്ദ്ര സർവകലാശാലയുടെ ഭരണനിർവഹണ ആസ്ഥാനം
ഇനി മുതൽ അറിയപ്പെടുന്നത് അംബേദ്കർ ഭവൻ എന്നാണ് അറിയപ്പെടുന്നത്. കാസർഗോഡ് ജില്ലയിലുള്ള കേന്ദ്ര സർവകലാശാലയുടെ ഭരണനിർവഹണ ആസ്ഥാനം അറിയപ്പെടുന്നത് അംബേദ്കർ ഭവൻ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണിത് ഉദ്ഘാടനം ചെയ്തത്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ബാഫ്റ്റ പുരസ്കാരത്തെ കുറിച്ച് പറഞ്ഞു. നടൻ ഗിലിയൻ മർഫി, നടി എമ്മ സ്റ്റോണ്, ചിത്രം ഓപ്പൺഹൈമർ, സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ. ഇന്ത്യയിൽ നിന്നുള്ള റംസാർ സൈറ്റുകളുടെ എണ്ണം 80ആയി. പുതിയതായി 5 എണ്ണം ഉൾപ്പെട്ടു. അംഗസമുദ്ര പക്ഷി നിരീക്ഷണ കേന്ദ്രം കർണാടക, അംഗനാശിനി അഴിമുഖം കർണാടക, മകടികേരെ കൺസർവേഷൻ റിസർവ് കർണാടക, കരൈവെട്ടി ബേർഡ് സാങ്ച്വറി തമിഴ്നാട്, ലോങ്വുഡ് ഷോല ഫോറസ്റ്റ് തമിഴ്നാട്. ഗ്രാമി പുരസ്കാരം 2024 നമ്മൾ പഠിച്ചു. ആൽബം ഓഫ് ദി ഇയർ മിഡ്നൈറ്റ്സ്, റെക്കോർഡ് ഓഫ് ദി ഇയർ ഫ്ലവേഴ്സ്, സോങ് ഓഫ് ദി ഇയർ വാട്ട് വാസ് ഐ മെയ്ഡ് ഫോർ. പുതിയ ആർട്ടിസ്റ്റിന്റെ പേര് വിക്ടോറിയ മോണറ്റ്. ഗ്ലോബൽ മ്യൂസിക് ആൽബം, ബെസ്റ്റ് ഗ്ലോബൽ മ്യൂസിക് ആൽബം ആണ് ദിസ് മൊമെന്റ്. അണ്ടർ 19 ICC ക്രിക്കറ്റ് വേൾഡ് കപ്പ്, അണ്ടർ 19 ICC ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2024. വേദി സൗത്ത് ആഫ്രിക്ക, ജേതാക്കൾ ഓസ്ട്രേലിയ, റണ്ണറപ്പ് ഇന്ത്യ. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാര തുക 15 ലക്ഷമാക്കി ഉയർത്തി. ദാദാ സാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ 2024. സിനിമ ജവാൻ, സംവിധാനം അറ്റ്ലി, നടൻ ഷാരൂഖ് ഖാൻ, നടി റാണി മുഖർജി. ക്രിട്ടിക്സ് വിഭാഗത്തിൽ മികച്ച ചിത്രമാണ് 12th ഫെയിൽ, നടൻ വിക്കി കൗശൽ, നടി കരീന കപൂർ. വേഴ്സറ്റൈൽ ആക്ട്രസിനുള്ള പുരസ്കാരം നേടിയത് നയൻതാര. എന്നാൽ സംഗീത മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് KJ യേശുദാസ്. പിന്നെ പഠിച്ചത് സ്വരാജ് ട്രോഫി 2022-23. മികച്ച ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരം, മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് നീലേശ്വരം, മികച്ച ഗ്രാമപഞ്ചായത്താണ് വലിയ പറമ്പ, അത് കാസർഗോഡ് ജില്ലയിലാണ്. മികച്ച മുനിസിപ്പാലിറ്റി ആണ് ഗുരുവായൂര്, മികച്ച മുനിസിപ്പൽ കോർപ്പറേഷൻ തിരുവനന്തപുരം. 71ാം മിസ് വേൾഡ് വേദി ഇന്ത്യയാണ്. കേന്ദ്ര സർവകലാശാല, കാസർഗോഡ് ജില്ലയിലെ കേന്ദ്ര സർവകലാശാലയുടെ ഭരണനിർവഹണ ആസ്ഥാനം ഇനി മുതൽ അറിയപ്പെടുന്നത് അംബേദ്കർ ഭവൻ എന്നാണ്. പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യക്തമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി.